ബഫലോ മാസ്ക് ഉണ്ടാക്കാമെന്ന വീഡിയോയുമായിട്ടാണ്. ഇനി ടൈം ആണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്താനായി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മേച്ചേരി ഹാർഡ്വെയർസ് ആൻഡ് ഇലക്ട്രിക്കൽസ് പുലാമന്തോൾ. നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു പഴയ കാലിയായ പെയിന്റും ബക്കറ്റാണ്. ഇനി നമുക്ക് ഈ ബക്കറ്റ് ഒന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. പ്ലെയിനായിട്ട് നിൽക്കുന്ന ഭാഗത്തിന്റെ തൊട്ട് മുകളിലായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. പിന്നെ ഞങ്ങളിവിടെ മുറിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ആക്സോ ബ്ലേഡ് ആണ്. ആക്സോ ബ്ലേഡ് കൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ബക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ ബക്കറ്റ് കൊണ്ട് ഇതൊരിക്കലും ചെയ്യരുത്. അതിന് കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. പെയിന്റും ബക്കറ്റ് ആകുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബക്കറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച ഭാഗം ഒന്ന് ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞങ്ങളിവിടെ സാൻഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ അതൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലുള്ള മാഷ്മെലോൻ്റെ ഒരു പ്രിൻ്റാണ്. ഇത് ഞങ്ങൾ കടയിൽ നിന്ന് പ്രിൻ്റ് ചെയ്തതാണ്. ഇതിന് ഏകദേശം നമുക്ക് വില വന്നത് 10 രൂപയാണ്. നമുക്കത് ബക്കറ്റിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് വരക്കാൻ അറിയുന്നവർക്ക് വരച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വരക്കാനൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ സിമ്പിൾ വഴി എടുത്തിട്ടുള്ളത്. പ്രിൻ്റ് ബക്കറ്റിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കറുപ്പ് ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ബക്കറ്റിൽ നിന്നും അതേ അളവിൽ വെട്ടിമാറ്റേണ്ടതാണ്. പിന്നെ നമ്മൾ ബക്കറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ തന്നെ ബക്കറ്റ് എടുക്കുക. നമ്മുടെ മുഖം കൊള്ളുന്ന തരത്തിലുള്ള ബക്കറ്റാണ് ആവശ്യമുള്ളത്. ഇത് ഞങ്ങൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒരിക്കലും ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കരുത്. കാരണം അത് വൃത്തി കിട്ടത്തില്ല. ഞങ്ങളിപ്പോൾ ചെയ്തത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൃത്തിയില്ലാത്തത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ കത്രിക ഉപയോഗിച്ച് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇതിൽ നിന്ന് പ്രിൻ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബക്കറ്റുമേ ഇതിൻ്റെ അതേ അളവ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതും കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ 3 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ചെറിയ ചെറിയ പണികൾ കൂടി ബാക്കിയുണ്ട്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത് ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ ബോറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. പിന്നെ നല്ല വെള്ള കളർ ബക്കറ്റ് എടുക്കുന്നവർക്ക് പിന്നെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളെടുത്ത ബക്കറ്റും ഒരുപാട് ചളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ പെയിൻ്റ് എടുക്കുമ്പോൾ സ്പ്രേ പെയിൻ്റ് എടുക്കുമായിരിക്കും കൂടുതൽ നല്ലത്. സാധാരണ പെയിൻ്റ് ആകുമ്പോൾ അതിൻ്റെ അടിച്ച പാടുകളൊക്കെ ഇതിൽ കറക്റ്റായി കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പെയിൻ്റൊക്കെ നമ്മൾ ഫുള്ളായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1 മണിക്കൂർ ഉണങ്ങാൻ വെക്കേണ്ടതുണ്ട്.
പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാനുള്ള പണിയെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് വെക്കലാണ്. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ജനലിനൊക്കെ കൊതുക് വരാതിരിക്കാൻ വെക്കുന്ന സാധാരണ നെറ്റാണ്. പിന്നെ നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഞങ്ങളിവിടെ 3 നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു നെറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളൊന്ന് ഇരുട്ടായി തോന്നാൻ വേണ്ടിയിട്ടാണ് 3 നെറ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ നെറ്റൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുമ്പിൽ എക്സ്ട്രാ നിൽക്കുന്ന നെറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിൽ ലാസ്റ്റായിട്ട് ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്പോഞ്ച് വെച്ചെടുക്കേണ്ടതുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഇതിൽ കറക്റ്റായി നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരെ ആ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പോഞ്ച് വെക്കണം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തരം സ്പോഞ്ചാണ്. ഞങ്ങൾ 3 ലെയറാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഒന്ന് വെച്ചാൽ നമുക്ക് കട്ടിയിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ 3 എണ്ണം പിന്നടിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറക്കി വെച്ചാൽ തന്നെ അതിൽ ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒട്ടിച്ചെടുക്കുന്നൊന്നുമില്ല, കാരണം ഇവിടെ നല്ല ടൈറ്റായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഫുള്ളായി തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തലയിൽ വെച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വരുന്നത് വരെ ക്യാമറമാൻ റിൻഷാദിനോടൊപ്പം റാഷിഖ് സൈനിങ് ഔട്ട്.